ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. 3ാം ക്ലാസ് അഹ്കാമു തജ്വീദ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയിലെ അഹ്കാമു തജ്വീദ് അദ്ദറസു ഹാമിസ് 5ാമത്തെ പാഠം ഉന്നത്തും മീമിനെ ഉന്നത്ത് ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ് ഈ പാഠത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ ഉന്നത്തും നൂനി പഠിച്ചു. അതുപോലെ തന്നെ ഉന്നത്തും ഷദ്ദുള്ള മീമിനും നൂനിനും വരുന്ന നിയമമാണ് ഉന്നത്ത് ചെയ്യാന്ന്. ഷദ്ദ് വരുമ്പം നൂനും മീമും പ്രത്യേകം ഉന്നത്ത് ചെയ്യണം. അപ്പം അത് മനസ്സിലാക്കുക. എന്താണ് ഉന്നത്ത് എന്ന് പറഞ്ഞാൽ? എന്താണ്? തരിമൂക്കിൽ നിന്നുണ്ടാകുന്ന രാഗമാണ് ഉന്നത്ത്. മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ മീമാണ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് സുമ്മ, അപ്പോൾ ഇവിടെയും വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ആയത്തുകൾ ഷദ്ദ് നൽകി നമ്മൾ പാരായണം ചെയ്യുക. എല്ലാവരും നന്നായി മനസ്സിലാക്കുക. സുമ്മ ഇവിടെയും വന്നു സുമ്മ. അപ്പോൾ അതൊക്കെ ഷദ്ദ് ചെയ്യുന്നത് നന്നായി മനസ്സിലാക്കുക. മിമ്മ അപ്പോൾ അത് ഷദ്ദ് ചെയ്യുന്നത്. ഇപ്പോൾ ആയത്ത് മുഴുവനായിട്ട് ഞാൻ ഓതുന്നില്ല, നമ്മൾ വീഡിയോ ഒരുപാട് ലെങ്ത് ആയിപ്പോൾ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. മിമ്മ. അപ്പോൾ ഉന്നത്ത് ചെയ്യുന്നത് ഷദ്ദുള്ള അക്ഷരങ്ങൾ മറ്റക്ഷരങ്ങൾക്കും വരാം. ഇവിടെ യാന് വന്നു. അതുപോലെ പല അക്ഷരങ്ങൾക്കും ഷദ്ദ് വരാം. എന്നാൽ ഷദ്ദുള്ള നൂനും മീമും വന്നാൽ അവിടെ പ്രത്യേകം കൂടുതൽ ഉന്നത്ത് ചെയ്യണം. ഇവിടെ നമ്മൾ എത്തഹയ്യറ അങ്ങനെയാണ് പറയാ, എത്തഹയ്യറൂൻ. അപ്പം അതുപോലല്ല ഇവിടെ മിമ്മ. ഇവിടെ ഫാക്കിഹത്തിം മിമ്മ. ഇവിടെ തൻവീനു ശേഷം മീമ് വന്ന ഇദാമും ബിയുന്നയുടെ ഉന്നത്തും ഉണ്ട്, പിന്നെ ഷദ്ദുള്ള മീമ് വന്ന ഉന്നത്തും ഉണ്ട്. അപ്പോൾ ഒക്കെ നന്നായി മനസ്സിലാക്കണം. ഇവിടെ ഏതാ സുമ്മ മിമ്മ ഉമ്മ അങ്ങനെയൊക്കെ വരുമ്പോൾ നന്നായി മനസ്സിലാക്കാതെ. ഹബിലും മിമ്മസദ് മനസ്സിലാക്കുക. തുസമ്മ തിൽക ഉമ്മത്തുൻ വന്ന് ഷദ്ദുള്ള മീമ വന്നു. അമ്മ മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ മുകളിൽ കൊടുത്ത ആയത്തുകളിലെ ഷദ്ദുള്ള മീമിനെ ഉന്നത്ത് ചെയ്താണല്ലോ നാം ഓതിയത്. പരിശുദ്ധ ഖുർആനിലെ ഷദ്ദുള്ള എല്ലാ മീമുകളും ഇപ്രകാരം ഉന്നത്ത് ചെയ്ത്, അഥവാ ഉന്നത്ത് എന്നുള്ളതിൻ്റെ പേരാണ് മണിച്ച് മാത്രമേ ഓതാൻ പാടുള്ളൂ. ഉന്നത്ത് ചെയ്യുന്നതിൻ്റെ മറ്റൊരു പേരാണ് മണിച്ച് ഓതുക എന്ന് പറയും, ഉന്നത്ത് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഖുർആനിലുള്ള എല്ലാ ഷദ്ദുള്ള മീമുകളും മണിച്ച് വേണം ഓതാൻ. മനസ്സിലാക്കുക. അവിടെ വിട്ട ഭാഗം പൂരിപ്പിക്കാനുള്ള ഒരു ചോദ്യമായിട്ട് വരാം. എന്താ? ഖുർആനിലുള്ള എല്ലാ മീമുകളും ഡാഷ് ചെയ്ത് ഓതണം. അപ്പോൾ എന്ത് എഴുതണം? ഉന്നത്ത് ചെയ്ത് ഓതണം. നമുക്ക് അവിടെ എഴുതാൻ കഴിയണം. അതുപോലെ നൂനിൻ്റെതും വരാം. ഖുർആനിലുള്ള എല്ലാ നൂനുകളും ഡാഷ് ചെയ്ത് ഓതണം. എന്താണ്? ഉന്നത്ത് ചെയ്ത് ഓതണം. ഇനി എന്താണ് ഇതിൻ്റെ വർക്ക് ബുക്കിൽ നമുക്ക് നോക്കാം. പിന്നെ ഇവിടെ നമുക്ക് ഓതാൻ വന്നത് ഏതാണ്? സൂറത്തുൽ ഹദീദിലെ ഷദ്ദുള്ള മീമുകളൊക്കെ നന്നായി മനസ്സിലാക്കിയിട്ട് ഓതാനാണ്. പിന്നെ മനപ്പാഠമാക്കാൻ സൂറത്തുൽ കാര്യ വല്ല അദ്കാറ്, നമ്മൾ മുമ്പ് പഠിച്ച അദ്കാറുകൾ. അപ്പോൾ നിങ്ങൾക്ക് പാഠത്തിൻ്റെ അവസാനത്തിൽ വരും അദ്കാർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മുമ്പ് പഠിച്ച ദിക്റുകളൊക്കെ ഉണ്ട്. വിസർജന സ്ഥലത്ത് പോകുമ്പം, പുറത്തിറങ്ങുമ്പം, വിസർജനം കഴിഞ്ഞതിന് ശേഷം ചെല്ലുന്നത്, ബാങ്കിൻ്റെ ലഫ്ലിലെ ഹയ്യാലൽ ഫല ഹയ്യാലൽ സ്വല എന്നൊക്കെ കേൾക്കുമ്പം പറയേണ്ട ദിക്റുകൾ, സദഖത്ത് വബരിർത്ത, എന്താണ്? അസ്സലാത്തു ഹൈറും മിനന്നൗ, സുബ്ഹി ബാങ്കിലെ ദിക്റ് കേൾക്കുമ്പോൾ. അങ്ങനെയുള്ള ഒരുപാട് ദിക്റുകൾ അദ്കാറുകളുണ്ട് നിങ്ങൾക്ക് തജ്വീദ് ഖുർആൻ്റെ ബാക്കിൽ വരുന്നു. അപ്പം അത് നന്നായി മനസ്സിലാക്കി ഒന്നും കൂടെ പഠിക്കാനാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് ഓരോ ദിവസം ഓരോ ദിക്റ് വെച്ചിട്ട് പഠിക്കുക. അപ്പം നിങ്ങൾ മുമ്പ് പഠിച്ചവരാണെങ്കിൽ അതൊക്കെ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഹിഫ്ലാക്കേണ്ട ഭാഗങ്ങളാണ് ഇവിടെ ഇസ്മുൽ ഹിഫ്ല് പറഞ്ഞിട്ട് അതിൻ്റെ മുമ്പത്തെ പേജിൽ കൊടുത്തത്. അപ്പോൾ നമ്മൾ ചെറിയ ക്ലാസ്സിൽ നിന്ന് പഠിച്ച ഫാത്തിഹ, നാസ്, ഫലക്ക്, ഇഹ്ലാസ്, മസദ്, നസ്ർ, കാഫിറൂന, സൂറത്തുൽ കൗസർ, മാഊൻ, സൂറത്തുൽ ഖുറൈശി, സൂറത്തുൽ ഫീല്, അതുവരെ നമ്മൾ പഠിച്ചതൊന്നും കൂടെ ഓർത്ത് പഠിക്കുക. പിന്നെ അതിന് ശേഷം നിങ്ങൾ പഠിക്കേണ്ടത് ഈ സൂറത്തുകളൊക്കെയാണ്. ഇവിടെ താഴോട്ട്
നെക്സ്റ്റ് പേജിലൊക്കെ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത് ഒക്കെ നിങ്ങൾ മനഃപ്പാഠം ആക്കി പഠിക്കണം. ഹിഫ്ല് ഖുർആൻ ഹിഫ്ല് എക്സാമിന് ഇതിൽ നിന്നാണ് ചോദ്യങ്ങൾ വരിക. അപ്പം എല്ലാവരും മനസ്സിലാക്കി ഇതിൻ്റെ കൂടെ അത് ഓരോ ദിവസം ഓരോ സൂറത്ത് എന്ന നിലയ്ക്ക് നന്നായി മനസ്സിലാക്കി പഠിക്കുക, ഉപകാരപ്പെടുത്തുക. അപ്പോൾ ഇതിൻ്റെ ദഫ്തർ തോലിബിൽ ഉന്നത്തും മീമിൻ്റെ പാഠത്തിൽ വരുന്നത് എന്താണ്? താഴെ ഒരു ആയത്ത് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഷദ്ദുള്ള മീമ് വരുന്നത്, ഉന്നത്തും മീമ് വരുന്നത് അടയാളപ്പെടുത്തുക. നമുക്ക് ആദ്യം അടയാളപ്പെടുത്താം. ഇനിത്തെ ഇവിടെ താഴെ ഒരു ബോക്സ് തന്നിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് അതിന്ന് എടുത്തെഴുതണം. അപ്പം എന്തൊക്കെയാണ് ഇവിടെ വന്നത് നമുക്ക് നോക്കാം. ഇടാ മിൻകും മിൻ, അപ്പോൾ ഇവിടെ ഷദ്ദുള്ള മീമ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ആയത്ത് ഒന്നാമത്തെ കള്ളിയിലേക്ക് എടുത്തെഴുതാം. പിന്നെ എവിടെയാണ്? നിസാഇഹിം മാ, അപ്പോൾ അവിടെ ഷദ്ദുള്ള മീമ് വന്നു. അപ്പോൾ നമുക്ക് അത് ഇവിടെ വരെ നിസാഇഹിം മാ ഹുന്ന എന്നത് വരെ എഴുതി കൊടുക്കാം. അടുത്തേതാ? ഉമ്മഹാത്തിഹിം, അപ്പോൾ ഇവിടെ അപ്പം നമുക്ക് മൂന്നാമത്തെ കളിയിലേക്ക് അതെടുത്താം. മൂന്നെണ്ണം നമ്മളിവിടെ അടയാളപ്പെടുത്തി. അപ്പോൾ അത് മനസ്സിലാക്കാം. ഇനി അടുത്തത് ഇതാ ഇൻ ഉമ്മഹാത്തുഹും, നാലാമത്തെ കളിയിലേക്ക് എഴുതാം. പിന്നെ എവിടെയാണ് വന്നത്? മുൻകറം മിൻ, ഇവിടെ വന്നു. അപ്പം നമുക്ക് അത് അഞ്ചാമത്തെ കള്ളിയിലേക്ക് എഴുതാം. അടുത്തതാ പിന്നെ എവിടെ വരുന്നത്? ഏതാ? മിന്ന ബിസലാമിം മിന്ന, ഷദ്ദുള്ള മീമ് വന്നു. അപ്പോൾ അത് നമുക്ക് ആറാമത്തെ കള്ളിയിലേക്ക് എഴുതാം. ഇനിയോ ഉമമിം മിമ്മൻ, ഉമമിം മിമ്മൻ, അപ്പോൾ നമുക്കവിടെ ഏഴാമത്തെ കള്ളിയിലേക്ക് അത് എഴുതാം. ഇനി എവിടെയാണ്? സുമ്മ, എട്ടിലേക്ക് അത് എഴുതാം. ഇതാ യമസ്സുഹും മിന്ന, ഒമ്പതിൽ അത് എഴുതാം. അപ്പോൾ ഇവിടെ ഒന്ന് നമ്മൾ വിട്ടുപോയിട്ടുണ്ട്. ഇതാ മിമ്മൻ മാക്ക, അപ്പോൾ പത്താമത്തേതിലേക്ക് നമുക്കത് എഴുതാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ആദ്യം ഇത് അടയാളപ്പെടുത്തുക, എന്നിട്ട് ഓർഡറിൽ എഴുതിയാലും മതി, മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ 1 2 3 4 5 6 7 8 9 10 ഷദ്ദുള്ള മീമ് വരുന്ന വേർഡ്സുകൾ നമ്മൾ കണ്ടെത്തി. അപ്പോൾ അതൊക്കെ ഇവിടെയൊക്കെ എഴുതുക. അപ്പോൾ അതാണ് ഇതിൽ വന്ന വർക്ക്. പിന്നെ എന്താ? തഹസീസ് എന്താണ് വരുന്നത്? സൂറത്തുൽ ഹദീദ് പാരായണം ചെയ്ത്, അപ്പോൾ അതിൽ എത്ര മീമ്, ഷദ്ദുള്ള എത്ര മീമുകൾ നിങ്ങൾ കണ്ടെത്തി എന്നത് എണ്ണിയിട്ട് ഇതിലേക്ക് എഴുതുക. എന്നിട്ട് എല്ലാവരും ഒന്ന് വീഡിയോക്ക് താഴെ കമൻ്റായിട്ട് അറിയിക്കുക, മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയാണ് അഞ്ചാമത്തെ പാഠമായ ഉന്നത്തും മീമ എന്ന പാഠത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. എല്ലാവരും മനസ്സിലാക്കുക. അപ്പോൾ ഇതിന് ചോദ്യം എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? ഷദ്ദുള്ള മീമിനെ എങ്ങനെ ഓതണം? ഉന്നത്ത് ചെയ്ത് ഓതണം. ഷദ്ദുള്ള മീമ് വന്നതിന് ഉദാഹരണം എഴുതാൻ വന്നാൽ നമുക്ക് എഴുതാൻ കഴിയണം. ആ രീതിയിലൊക്കെ 2-3 ഉദാഹരണങ്ങളൊക്കെ പഠിച്ചു വെക്കുക. എല്ലാവരും ഉപകാരപ്പെടുത്തുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.